പിയാസുനിൽ ഡൽഹിയിൽ അവസാനത്തെ ഇപ്പോഴുള്ള കണക്കുകൾ ഒരു ട്രെൻഡായി തന്നെ നമുക്ക് കണക്ക് കൂട്ടേണ്ടി വരും. ഇനിയൊരു തിരിച്ചുവരവ് ആം ആദ്മി പാർട്ടിക്ക് സാധ്യമാണോ? ഇനിയൊരു തിരിച്ചുപോക്ക് BJPക്ക് സാധ്യമാണോ? തീർച്ചയായും അല്ല. ആം ആദ്മി പാർട്ടിക്ക് ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ല. ഏതായാലും BJP കേവല ഭൂരിപക്ഷം കടന്ന് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഏതായാലും BJPയുടെ ലീഡ് നില എല്ലായിടത്തും വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പോലും വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിലാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. അവിടെ 13 റൗണ്ട് വോട്ടെണ്ണാൻ ഉള്ളിടത്ത് വെറും 3 റൗണ്ട് മാത്രമേ എണ്ണിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇനിയും സാഹചര്യങ്ങൾ മാറാമെന്ന് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അവിടെ സാധ്യത വളരെ കുറവാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സന്ദീപ് ദീക്ഷിത് നല്ല നിലയിൽ വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം ന്യൂഡൽഹി മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെടാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഔദ്യോഗികമായി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. ഏതായാലും ആം ആദ്മി പാർട്ടി മുഴുവൻ ഫലം വന്ന ശേഷം പ്രതികരിക്കാം എന്നതാണ് ആം ആദ്മി പാർട്ടി നേതാക്കളുടെ നിലപാട്. ഏതായാലും നേതാക്കളൊക്കെ തന്നെ പറയുന്നത് മുഴുവൻ റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ ചിത്രം മാറും എന്നാണ്. പല മണ്ഡലങ്ങളിലും 3ഉം 4ഉം റൗണ്ട് മാത്രമാണ് ഇതുവരെ എണ്ണിക്കഴിഞ്ഞത്. 12, 13 റൗണ്ടുകൾ എല്ലാ മണ്ഡലങ്ങളിലുമുണ്ട്. അപ്പോൾ ഈ മുഴുവൻ റൗണ്ടും എണ്ണിക്കഴിയുമ്പോൾ ചിത്രം മാറും എന്ന് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതിന് സാധ്യത വളരെ കുറവാണ്. ഇതാണ് പിയാസുനിൽ ഉച്ച കഴിയുമല്ലേ അന്തിമ ഫലം വരാൻ? തീർച്ചയായും അന്തിമ ഫലം വരാൻ ഉച്ച കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം 1 മണിക്കൂറിനകം തന്നെ ഈ ഒരു ട്രെൻഡ് വളരെ ഫിക്സ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ 40 സീറ്റിന് മുകളിൽ BJP എത്തിക്കഴിഞ്ഞു. ഒരുപക്ഷെ അതിനും മുകളിലേക്ക് BJPയുടെ ലീഡ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതൊരു ട്രെൻഡായി ഫിക്സ് ആകും ഏതാണ്ട് 1 മണിക്കൂറിനകം. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ മുഴുവൻ ഫലങ്ങളും പൂർണ്ണമായി പുറത്തു വരിക. ഏതായാലും ഉച്ചയ്ക്ക് മുൻപ് ഇതിൻ്റെ ഒരു ട്രെൻഡ് സെറ്റാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. BJP ദില്ലി പിടിക്കുന്നു. BJP ദില്ലിയിൽ അധികാരത്തിൽ വരുന്നു 27 വർഷത്തിന് ശേഷം. അങ്ങനെ ദില്ലിയിൽ BJP അധികാരത്തിൽ വരുന്ന പക്ഷം ആർക്കാണ് മുഖ്യമന്ത്രി പദ സാധ്യതയുള്ളത്? നിലവിൽ അതിർഷിയെ പരാജയപ്പെടുത്തുന്ന രമേശ് ബദൂരിക്കായിരിക്കുമോ? അരവിന്ദ് കെജ്രിവാളിന് പിന്നിൽ നിൽക്കുന്ന പ്രവേശ് ശർമ്മയെ ഇനി പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ടോ BJP? എന്താണ് BJPയുടെ മുഖമായി വരാൻ സാധ്യതയുള്ളത്? അപ്രതീക്ഷിതമായ നീക്കങ്ങൾ ഉണ്ടാകുമോ? അരുൺ, തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിനെ പർവേസ് വർമ്മ പരാജയപ്പെടുത്തുകയാണെങ്കിൽ അത് വലിയൊരു വിജയം തന്നെയായിരിക്കും. അങ്ങനെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ പർവേസ് വർമ്മ ദില്ലിയുടെ ഒരുപക്ഷെ BJP വലിയ ലീഡ് നില ഉയർത്തി ഇതേ നില മുന്നോട്ട് പോവുകയാണെങ്കിൽ പർവേസ് വർമ്മ തന്നെയായിരിക്കും ഒരുപക്ഷെ ദില്ലിയിൽ മുഖ്യമന്ത്രിയായി വരിക. അതേസമയം അരവിന്ദ് കെജ്രിവാൾ ഈ ഒരു വലിയ വെല്ലുവിളികൾ മറികടന്നുകൊണ്ട് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും രമേശ് ബദൂരിയുടെ പേര്, അതുപോലെ തന്നെ ബാസുരി സ്വരാജിനെ പോലുള്ള പുതിയ മുഖങ്ങളെയും ഒരുപക്ഷെ ദില്ലിയിൽ പരീക്ഷിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ഏതായാലും മോദിയും അമിത്ഷായുമായിരിക്കും അക്കാര്യത്തിൽ അന്തിമ ഏറ്റവും ഒടുവിൽ 30-40 10 സീറ്റുകളുടെ വ്യത്യാസം. ആപ്പ് 30, BJP 40, കോൺഗ്രസ് 0. ആപ്പ് 30, കോൺഗ്രസ്, BJP 40, കോൺഗ്രസ് 0. സീറ്റുകൾ 2 സീറ്റുകൾ ആപ്പ് മുന്നിൽ നിൽക്കുന്ന 2 സീറ്റുകളിൽ 500-ൽ താഴെയാണ്. BJP 40, ആപ്പ് 30, BJP 40, ആപ്പ് 30, BJP 40 എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ജംഗ്പുരയിൽ ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയെ പിന്നിലായിരിക്കുന്നു. വീണ്ടും ആം ആദ്മി പാർട്ടി ഇപ്പോഴും പറയുന്നുണ്ട് 40 സീറ്റ് കിട്ടുമെന്ന്. അവിടെ തർവീന്ദർ സിംഗ് എന്ന കരുത്തനെയാണ് BJP ജംഗ്പുരയിൽ തീരുമാനിച്ചിരുന്നത്. അടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ ഇതാണ്: മദിപ്പൂർ, സീമാപുരി, ന്യൂഡൽഹി. മദിപ്പൂരിൽ ആപ്പാണ് 42 സീറ്റുകൾക്ക്, സീമാപുരിയിൽ ആപ്പ് 166, ന്യൂഡൽഹിയിൽ ആപ്പ് 223, അംബേദ്കർ നഗറിൽ ആപ്പ് 317, ഡൽഹി കാന്തിൽ BJP 344, സംഘം വിഹാറിൽ BJP 479, മോഡൽ ടൗണിൽ ആപ്പ് 550, പട്ടേൽ നഗറിൽ ആപ്പ് 559. ചെറിയ കണക്കുള്ള വ്യത്യാസമാണ്. മാറിമറിയാം. നോക്കൂ, 30-40 എന്ന നിലയിലാണ് വീണ്ടും ആം ആദ്മി പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നത്. നിങ്ങൾ നിരാശപ്പെടരുത് എന്നൊരു മെസ്സേജ്. ഇപ്പോഴും 40 സീറ്റുകൾ